ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗർ പാത്തു. സോ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50K ആകുമ്പോൾ ഞാൻ Q&A ചെയ്യും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 39K ആയപ്പോൾ തന്നെ 40K ആയപ്പോൾ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. സോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം, 50K ആകുമ്പോൾ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ 380 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. 380 ക്വസ്റ്റ്യനും ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ് ഏകദേശം. പക്ഷെ എല്ലാത്തിനും കൂടി നമുക്ക് റിപ്ലൈ തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പം ഇങ്ങൾക്കും ബോറടിക്കാത്ത രീതിയിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒറ്റ ഫോണുള്ളൂ, വേറെ ഫോണില്ല, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യായിരുന്നു. കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. കുറച്ച് പേര് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. എഴുതാൻ എൻ്റെ അത്ര മടിയുള്ള വേറെ ഒരാളില്ല ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ മംഗ്ലീഷിലൊക്കെയാണ് എഴുതി കുറിച്ച് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് തുടങ്ങാം കേട്ടോ. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഒരു യൂസർ ഐ ഡി ആണ്. യൂസർ ഐ ഡി ഞാൻ കൊടുക്കാവേ. യൂസർ VP ഹൗസ് ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേരാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ പേര് വന്നിട്ട് ദിൽ ബിന്ദിയ എന്നാണ്. ദിൽ ബിന്ദിയ ഒരു ഹിന്ദി നെയിമാണ് കേട്ടോ. അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഹിന്ദിയിൽ വന്നിട്ട് ഹൃദയത്തിലെ പൊട്ട് എന്നങ്ങാണ്ടാണ് പേരിൻ്റെ അർത്ഥം. പക്ഷേ മലയാളത്തിൽ അറബിയിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് ദയവ് ചെയ്തിട്ട് എന്നോട് ആ കാര്യം ചോദിക്കാതെ, എനിക്കറിയില്ല ഗൈസ്. പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂള് ഞാൻ 1 മുതൽ 5 വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എൻ്റെ നാട്ടിലാണ്. ലൈക്ക് ഒരു ഓർഫനേജിലായിരുന്നു. പിന്നെ 5 മുതൽ 10 വരെ ഞാൻ പഠിച്ചത് മലപ്പുറം കോട്ടപ്പടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ +1 +2 ഞാൻ പഠിച്ചത് MAC അത്താണിക്കലാണ്. പിന്നെ ഫാർമക്കോളജി പഠിച്ചത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ, മലപ്പുറത്ത്. പിന്നെ ഹസ്സിൻ്റെ ഏജ് ഞാൻ 19 ആണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കെട്ടാൻ പോകുന്ന ആൾ വന്നിട്ട് 23 കേട്ടോ. 23. പക്ഷെ 5നെ കണ്ട പ്രായം തോന്നിക്കില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പോഷകാഹാരങ്ങളൊക്കെ തിന്ന് പറഞ്ഞിട്ട് ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും വാങ്ങി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ അമ്മച്ചി പോലെ നല്ലോണം നോക്കുന്നുണ്ട്. പുള്ളി നല്ല കഴിക്കും കേട്ടോ ഭക്ഷണം. പക്ഷെ മേത്ത് പിടിക്കുന്നില്ല, എന്താ അറിയില്ല. പിന്നെ വീട് എവിടാന്ന് ചോദിച്ചിട്ടുള്ളത് ഈ യൂസർ VP ഹൗസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വീട് എവിടാന്ന് കുറേ പേര് ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട് വരുന്നത് മലപ്പുറം മഞ്ചേരി റൂട്ട് ഇരുമ്പുഴി ആണ് കേട്ടോ വരുന്നത്. ഞാൻ അത് കഴിഞ്ഞു. ഈ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അഹമ്മദ് NS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസറാണ്. ഉമ്മാന്റെ ജോലി കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്. ഉമ്മാന്റെ ജോലി എന്താണെന്നുള്ളത്. എൻ്റെ ഉമ്മാക്ക് പാത്രം കഴുകലാണെന്ന് വരെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഞാൻ പറയട്ടെ, അധ്വാനിച്ച് തിന്നുന്നത്, അതിപ്പോൾ നല്ല രീതിയിൽ അധ്വാനിച്ച് തിന്നുന്നത്, ഒരു ന്യായമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ കാര്യമല്ല കേട്ടോ. ഒരു പാത്രം മോരുന്നതാണെങ്കിലും അതൊരു ജോലിയാണ്. വെറുതെ ഇരുന്ന് തിന്നണക്കാട്ടി എത്രയോ നല്ലതാണ് പാത്രം മോടി ജീവിക്കുന്നത് കേട്ടോ. ഒരു ജോലിയെ നമ്മൾ ചെറുതാക്കി കാണരുത്. പിന്നെ എൻ്റെ ഉമ്മ വന്നിട്ട് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ജോലി എന്ന് പറയുന്നത്, ഉമ്മ ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. ലേബർ റൂമിലാണ് അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ആ ആളെന്നെ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് സാലറി കിട്ടാറുണ്ടോ എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് സാലറി ഒന്നും നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യാറില്ല. കാരണം അതിന് മാത്രം ഒന്നും ആയിട്ടില്ല, ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ കിട്ടലുണ്ടോ ചോദിച്ചാൽ മാഷാള്ള കിട്ടലുണ്ട് ചെറുങ്ങനെ. പിന്നെ ഡാഡ് ജോബ്, ബാബുവിൻ്റെ ജോബ്, എൻ്റെ ഉപ്പാൻ്റെ ജോബ് വന്നിട്ട് ഇപ്പം ഈ സ്ക്രാപ്പിൻ്റെ പരിപാടി, പിന്നെ ഈ പഴയ വീട് പൊളിച്ചിട്ട് അതിൻ്റെ ഈ ജനലും അതിലൊക്കെ കൂലിപ്പണിയാണ് സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. സ്ക്രാപ്പിൻ്റെ പരിപാടി മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പിന്നെ ബാബുവിൻ്റെ ജോലി, ബാബുവിൻ്റെ അളിയനാണ്. ബാബുവിൻ്റെ ജോലി വന്നിട്ട് ബാബു ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഓൾക്ക് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, സോ അതിന് തന്നെ ഒരു നല്ലൊരു ഇൻകം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ഓൾക്ക് എനിക്ക് വേറൊരു മെസ്സേജാണ്. അതുകൊണ്ട് ഓൾക്ക് ബാബുവിന് പണിയെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. മന്ത്ലി ഒരു 15K 16K ഓല് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. സോ വെറുതെ പൈസ ഇടുമ്പോൾ പിന്നെ ആരും പണിയെടുക്കാനായിട്ട് പോകില്ല. ഇപ്പോൾ കറൻറ്റ്ലി ഒരു പണിയില്ല. പുള്ളി ഗൾഫിക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, അറിയില്ല. പിന്നെ ആസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. കുട്ടിയാണോ താത്താണെന്ന് അറിയില്ല. എത്രാമത്തെ വർഷമാണ് ലവ് ചെയ്തത്? എത്രാമത്തെ വർഷത്തിലാണ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 വർഷമായി. സോ ഇത് 2024 അപ്പോൾ 23, 22, 20, 2019, 2018 ഞങ്ങൾ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഷാ അല്ലാഹ് ഇപ്പോൾ ഞങ്ങൾ 5 വർഷം സോ ഇപ്പോൾ ഞാനും ഇക്കയും അൻഷിയും എൻ്റെ ഹസ്ബൻഡും 5 വർഷം തികച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2018 ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അൻഷിനായിട്ട് റിലേഷനിലാവുന്നത്. പിന്നെ ഷർബീന ഫുവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലവ്
ഫസ്റ്റ് ലവ് എൻ്റെ ഒരു ഫാമിലിത്തെ ഒരു ഫസ്റ്റ് ലവ് കട്ട ഫ്ലോപ്പായിരുന്നു ഗൈസ്. എല്ലാവർക്കും ഫസ്റ്റ് ലവ് സക്സസ് ആവണമെന്നില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട്, കാരണം ഫസ്റ്റ് റിലേഷനാണ്. ആ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ഒന്നും എന്താണെന്ന് പോലും അറിയില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ നമ്മൾ യെസ് പറഞ്ഞു. ബുദ്ധി വെക്കാത്ത പ്രായമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിലേഷനിൽ നിൽക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. വളരെ വൾഗറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. എനിക്ക് ആലോചിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. എനിക്ക് വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്കത് ഓർത്തെടുക്കാൻ, ഞാനത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. എനിക്കത് ഓർത്തെടുക്കാൻ താല്പര്യമില്ല. ഫസ്റ്റ് ലവ് അങ്ങനെ ആയിരുന്നു. അതൊരു 2 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സെക്കൻഡ് ലവ് ആണ് അൻഷി വന്നിട്ട്. സോ ഇനി എൻ്റെ ലൈഫ് ലോങ് ലവ് അൻഷി ആയിരിക്കും. ഈ കുട്ടീനെ ഷർബീന ഫുആദ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീനെ എഴുതിയതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പിന്നെ നോർമൽ സംസാരത്തിൽ നിന്നും മാറ്റം, നോർമൽ സംസാരം മറ്റ് ഇൻഫ്ലുവൻസറിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ് തോന്നി ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ. അതിനുശേഷമുള്ള ഒട്ടുമിക്ക വീഡിയോയും കണ്ടിന്. അപ്പോൾ വിചാരിക്കാറുണ്ട് നിങ്ങൾ തമ്മിൽ, ഞാൻ എഴുതാൻ എനിക്കെന്നെ വായിക്കാൻ കിട്ടില്ല, നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ആവും? വീട്ടിൽ എല്ലാവരും ഓക്കെ ആയിരുന്നോ? ആൻഡ് നിങ്ങളുടെ രണ്ടാളുടെയും ഫസ്റ്റ് ലവ് ആയിരുന്നു ഇതൊക്കെ കീപ് ഗോയിങ് ലവ് യു, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഏജ് ഡിഫറൻസ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ 19 ഇക്ക 23 വീട്ടിൽ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ലവ് സ്റ്റോറിയിൽ ഇൻഷാല്ല കല്യാണം കഴിഞ്ഞിട്ട് ലവ് സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ രണ്ടാളുടെയും ഫസ്റ്റത്തെ ലവ് ആയിരുന്നു. എൻ്റെ സെക്കൻഡ് ലവ് ആണ്. അൻഷിൻ്റെത് തേർഡ് ലവ് ആണ്. അൻഷിക്ക് 2 ടൈം പാസ്, അത് പാസ്റ്റ് അല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ആയിരുന്നു പുള്ളിൻ്റെ അഫെയർ വന്നിട്ട്. സോ അത് ഫ്ലോപ്പായി. ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ അൻഷിനെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതൊക്കെ ഇൻഷാല്ല നമ്മുടെ ലവ് സ്റ്റോറിയിൽ പറയാം. പിന്നെ ഒരു യൂസറാണ്, നിങ്ങൾ ഹിന്ദു മുസ്ലിംസ് ആണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നിയത്? എവിടെ വെച്ചാണ് അങ്ങനെ തോന്നിയത്? എൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടു. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാളാണ്. എൻ്റെ തലയിൽ ഈ ഒരു തട്ടുണ്ട്. പിന്നെ എൻ്റെ പേര്, എൻ്റെ അമ്മ അപ്പ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ അച്ഛൻ, ഹിന്ദുസിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ അച്ഛൻ അമ്മാനേ പറയുള്ളൂ. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എൻ്റെ അമ്മ, എൻ്റെ അപ്പ, എൻ്റെ അള്ളാഹിനെ പഠിച്ചോനെന്ന് ഞാൻ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി ആദ്യം ഒന്ന് ചെവി പോയി തോണ്ടിയിട്ട് വരും. എന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാതിരിക്കട്ടോ നിങ്ങൾ. സോ ഗായ്സ്, ഞാൻ മുസ്ലിമാണ്, അൻഷിയും മുസ്ലിമാണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചോദിച്ചതല്ലായിരിക്കും. ഞാനും അൻഷിയും മുസ്ലിമാണ്. ആ ഒരു ഡൗട്ട് വേണ്ട കേട്ടോ. എന്തുകൊണ്ടാണ്, കളിയാക്കാനാണോ നെഗറ്റീവായിട്ടാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയാണ്, മുസ്ലിംസാണ്. ഹിസാം മുഹസി എന്ന് പറഞ്ഞുള്ള ഒരു ഇതാണ്. കെട്ടിയോൻ പാൽക്കുപ്പി ആണോ? ഈ ബംഗാളി ആണോ? ജാസ്മിൻ ജാഫറെ കോപ്പി അടിക്കാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇയാളെ കെട്ടിയോന് പാൽക്കുപ്പി ആണോ? അല്ലെങ്കിൽ ഇയാളെപ്പ പാൽക്കുപ്പിയാ? അതുകൊണ്ടാണ് ഈ എന്താ പറയുക, കാണുന്ന പെൺകുട്ടികളെ ഹസ്ബൻഡൊക്കെ പാൽക്കുപ്പിയായിട്ട് തോന്നുന്നത്. എന്താണ്, കുറച്ചെങ്കിലും വിവരം വെക്കിട്ടോ ദയവ് ചെയ്തിട്ട്. അൻഷിക്ക് പ്രായമുണ്ട്, അൻഷിക്ക് തടിയിൽ കാണാത്താണ്. എൻ്റെ ഹസ്ബൻഡിനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലുള്ളോലെ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ പറഞ്ഞോളി. എൻ്റെ കുട്ടീനെ മേത്തേക്ക് എടുക്കണ്ട, എനിക്കിഷ്ടമല്ല അത്. ഈ ബംഗാളിയാണ്, അല്ല ഞാൻ തൊഴിലാളിയാണ്. അന്തസ്സായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ജാസ്മിൻ ജാഫറെ കോപ്പി അടിക്കാറില്ലേ? ജാസ്മിൻ ജാഫറിനെ കോപ്പി അടിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. ഞാൻ ദിൽബിന്ദിയാണ്. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ദിൽബിന്ദിയാണ്. ഞാൻ എൻ്റെതായ വ്യക്തിത്വത്തിലാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. അതിനെ കാണുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം. നിങ്ങളോടൊന്നും റിപ്ലൈ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഓരോന്ന് പേരിപ്പിക്കാൻ വേണ്ടി സോലിഹത്തായ ശൈത്താനാണ്. ഇനി ഖദീജ ഇതാന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയാണ്. എത്ര വരെ പഠിച്ചോ? കുറേ പേർക്കുള്ള ഡൗട്ടാണ്. എനിക്ക് ടൈമില്ല കേട്ടോ. നമ്മളെ 15K സെലിബ്രേഷൻ തുടങ്ങാനായി. സോ ഇനി ഡ്രസ്സൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഏതുവരെ പഠിച്ചു? ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുത്തു. ഫാർമസിസ്റ്റ് ആവാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിങ്ങിന് കയറിയിട്ടില്ല. പിന്നെ നിക്കാഹ് ഇൻഷാല്ല നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് നിക്കാഹും കല്യാണം ഒപ്പാക്കാനാണ് വീട്ടുകാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് അതേമാതിരി തന്നെ നടക്കും. പിന്നെ സഫ്ന ഒഫീഷ്യലിൻ്റെ വന്നിട്ടൊരു കുട്ടി. പെറ്റ്സ് ഉണ്ടോന്ന്? പെറ്റ്സ് ഉണ്ട് കേട്ടോ. 3 ഉണ്ടായിരുന്നു. സോ 2 ചത്തുപോയി. ഒന്ന് എൻ്റെ ഫേവറേറ്റ് ടുട്ടു ആയിരുന്നു. ടുട്ടു മരിച്ചു. എവിടെയാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ അപ്പോൾ മിമിക്കുട്ടി ഉണ്ട്. ജീവൻ്റെ ജീവനാണ്. എനിക്ക് എൻ്റെ അൻഷി കൊടുത്തതാണ്. പിന്നെ ദിലുവിൻ്റെ അടുത്ത് കുടുണ്ട്. കുടും കൂടെ നിൽക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി പെറ്റ്സ് ആയിട്ട് മിമ്മി മാത്രമേ ഉള്ളൂ.
നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? ഞാൻ ഇപ്പം 2 അനിയന്മാർ, താത്ത, അളിയന്, ഞാൻ. അളിയന് ഇവിടെ എല്ലാം നിൽക്കലും ഓല വീട്ടിലാണ്. സോ നമ്മൾ താത്താനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളിയൻ നമ്മുടെ ഫാമിലി ആണല്ലോ. സോ 7 ആൾക്കാരാണുള്ളത്, 8 ആൾക്കാരാണുള്ളത്. 5 കൂടി കൂട്ടിച്ച് 9 ആൾക്കാർ. ഷിംല എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഓക്കെ ആണോ? യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓർ താല്പര്യക്കുറവ് ഉണ്ടോ? പിന്നെ അവരെ ചെക്കൻ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കേസ്. ഞാൻ എഴുതുന്നതിൻ്റെ എന്താണോ, ഞാൻ കമൻറ്റ് ഇവിടെ എന്തായാലും കൊടുക്കാം. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇക്കാൻ്റെ ഫാമിലിത്തോൽക്ക് താല്പര്യം ഉണ്ടോ, ഇക്കാക്ക് താല്പര്യക്കുറവുണ്ടോ എന്നുള്ളതാണ്. ഓൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിലും ഓൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അവിടുത്തെ അമ്മ ആയിക്കോട്ടെ ഇപ്പം ആയിക്കോട്ടെ മാഷാള്ള എൻ്റെ അടുത്ത് കട്ട സപ്പോർട്ടാണ്. ഞാൻ പോകുന്ന പോലെ പോയിക്കോട്ടെ എന്നാണ് അവരുടെ തീരുമാനം. ഇപ്പം എൻ്റെ ഇക്കായാലും എൻ്റെ തെറ്റും ഞാനൊരു തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ബാക്കിലോട്ട് നിൽക്കാനും അല്ലെങ്കിൽ എന്നെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കാനും അൻഷിൻ്റെ കൂടെ ഉണ്ട്. അൻഷിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അൻഷിയും എൻ്റെ ഫാമിലിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിൽ എന്തെങ്കിലും അയക്കണമെങ്കിൽ കുറച്ച് പേരെങ്കിലും എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലെവലിൽ എത്തിയത് എൻ്റെ പാർട്ട്ണറും എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, ഇപ്പ, അളിയന്, താത്ത ഓലൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓൽക്കൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല. ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. എനിക്കും അതാണ് ഇഷ്ടം. പിന്നെ വേറൊരു കുട്ടി ചോദിച്ചാൽ കുട്ടിയാണോ ചങ്ങായാണോ എനിക്കറിയില്ല. പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പല്ലിന് വിടവുണ്ട് എന്നുള്ളത്. സോ സ്മൈൽ കറക്ഷൻ ഇൻഷാല്ലാ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. പിന്നെ ബേബി കോസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് ആണ്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? പ്ലീസ് റിപ്ലൈ ചെയ്യുക. പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സന റന എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഇക്കാനെ പറ്റി വീട്ടിൽ പറയുമ്പോൾ സീൻ എന്തേലും ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ലവ് സ്റ്റോറി പറയോ? ലവ് സ്റ്റോറി ഇൻഷാല്ലാ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് പറയും. അൻഷിനെ പറ്റി വീട്ടിൽ പറയുന്ന പറ്റി എൻ്റെ വീട്ടിൽ പറയുന്ന സമയത്ത് ഓലിങ്ങനെ റിലേഷൻ ഉണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ആ പ്രായമായിട്ടുണ്ടായിരുന്നില്ല. പ്രായമാവട്ടെ നമുക്ക് നോക്കാതെ പറഞ്ഞു. പിന്നെ എനിക്ക് പ്രപ്പോസലൊക്കെ വരുന്ന ടൈമിൽ വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് ലവ് സ്റ്റോറി കൂടെ പറയാം ഇൻഷാല്ലാ. പിന്നെ റഹന എന്ന ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു വർക്കും ചെയ്യുന്നില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഒരു 24 hour ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടില്ല. സോ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ യൂട്യൂബ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നുട്ടോ. ഇൻഷാല്ലാ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും. പിന്നെ ബിയാത്തു യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് എനിക്ക് അങ്ങനെ കറൻ്റ്ലി ഞാൻ ഇന്ന ബ്രാൻഡിക്കോ ഇന്ന ഷെയ്ഡിക്കോ ഫോക്കസ് ചെയ്യില്ല. എനിക്ക് ഇട്ടോക്കിയിട്ട് ഏത് ഷെയ്ഡാണോ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഐ ആം ഫെമി വ്ളോഗ് തുടങ്ങാൻ കാരണം പിന്നെ ഇത്താടെ റോൾ മോഡൽ ആരാ? ഫേവറേറ്റ് ഇൻസ്പയർ യൂട്യൂബർ ആരാ? ബെസ്റ്റ് അവർ മെമ്മറീസ്? പിന്നെ ഡ്രീമിങ് പ്ലേസ്. വ്ളോഗ് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെറുപ്പം മുതലേ എനിക്ക് വീഡിയോസ് എടുത്തിട്ട് ഇന്നെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ ഇങ്ങനെ എമൗണ്ട് കിട്ടും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. സോ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇൻകം പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്താടെ റോഡ് മോഡൽ ആരാന്നുള്ളത് എൻ്റെ അമ്മനാണ്. കാരണം ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയും ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ലൈഫ് ഒരിക്കലും ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കരുത് എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കുള്ളത് ഞാൻ തന്നെ കണ്ടെത്തും, കഷ്ടപ്പെട്ടിട്ടായാലും കണ്ടെത്തും എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. ആ ഒരു ഇതാണ് എൻ്റെ റോൾ മോഡൽ എന്നും എൻ്റെ അമ്മ തന്നെയാണ്. ബെസ്റ്റ് എവർ മെമ്മറീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫാമിലിൻ്റെ കൂടെയുള്ള എല്ലാ ടൈമും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര മെമ്മറബിൾ ആണ്. പിന്നെ അൻഷിൻ്റെ ഒപ്പം ഉള്ളതും ഞാൻ ഹാപ്പിയാണ്. ബെസ്റ്റ് മെമ്മറബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും അത്രേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് ഇൻസ്പയർ യൂട്യൂബർ ആരാ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, കുറച്ച് പേരെ ഇഷ്ടമാണ്. ഗ്ലാമി ചേച്ചിനെ ഇഷ്ടമാണ്. നമ്മളെ മുതുക്ക് പെണ്ണിനെ ഇഷ്ടമാണ്. പിന്നെ തേജാതമ്പൂനെ ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ ആളുകൾ കാണാറൊന്നുമില്ല. പേളിമണീനെ ഇഷ്ടമാണ്. പേളിമണീൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഡ്രീമിങ് പ്ലേസ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ദുബായ് ഒന്ന് എൻ്റെ അമ്മാനി എനിക്കും കാണണം, എൻ്റെ അമ്മാനി ഒന്ന് കൊണ്ടുപോകണം. അതും അൻഷിൻ്റെ ഒപ്പം തന്നെ പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇൻഷാല്ലാ അത് നടത്തണം. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. ഇപ്പം തന്നെ കുറേ നേരമായി, 10-12 മിനിറ്റ് ആവാനായി. അപ്പോൾ ഇതിനെ പറ്റി ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ Q&A ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു
100K ആവുമ്പോൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ Q&A ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ 10K ആയപ്പോൾ നമ്മൾ Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ച് വലുതായി, 30,000-40,000 ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതിനെ പറ്റി അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ Q&A ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇമ്മ വരാൻ ടൈമായി, ഇമ്മപ്പൻ്റെ കേക്ക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ ബൈ ഉമ്മ.